അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബിയുടെ മൗലിദ് ആഘോഷത്തിൻ്റെ ഈ സദസ്സിൽ ഞാൻ ഒരു കൊച്ചുകഥ പറയാൻ വിചാരിക്കുന്നു. എൻ്റെ കൊച്ചുകഥയുടെ പേര് ഇസ്മയൻ തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണിക്കുന്ന കാലച്ച ഓരോ മണൽ തരിയും കൊതിച്ചു പോകുന്നു. ആ ഒരു പരസ്പർശം എന്നിലായിരുന്നുവെങ്കിൽ എന്നെ ആ കാലത്ത് മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹ തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയാണ് തിരുമേനി. അല്പം കടലിലിരുന്നാൽ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങി കരച്ചിലിൻ്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോൾ അതാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടതോടെ കരച്ചിലിൻ്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊൽപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ അയച്ചുള്ളൂ. മക്കൾക്ക് ഭക്ഷണവും തേടി വന്നതാണ്. തങ്ങൾ എന്നെ രക്ഷപ്പെടുത്താൻ. ഉടനെ തന്നെ നബി തങ്ങൾ മലമേടനോട് പറഞ്ഞു, ആ മാനിനെ അയച്ചു വിടൂ. അത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി തിരിച്ചു വരും. മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹാ ഹാ ഹാ, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ ഒന്ന് ആലോചിച്ചതിൻ്റെ ശേഷം വീണ്ടും ചോദിച്ചു, ഇതിനു പകരമായി നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. മലമേടൻ വീണ്ടും ചോദിച്ചു, ഈ മാൻ വന്നില്ലെങ്കിൽ നിന്നെ അറുത്തു കളയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മലമേടൻ മാനിനെ അയച്ചു വിട്ടു. ആ മാൻ ഓടി മറന്നു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടൻ്റെ കടാരതാ പുന്നാര നബി തങ്ങളുടെ കൗത്തിലേക്ക് നീരുന്നു. അപ്പോൾ അതാ പൊടിപ്പടലങ്ങൾ പറത്തി ആ മാൻപേട ഓടിയെത്തി. ഇത് കണ്ടു നിന്നെ മലമേടൻ അമ്പരന്നു പോയി. ഇത് എന്തൊരു അത്ഭുതമാണ്! നബി തങ്ങളോട് അവൻ ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലമേടൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മണ്ണിനെ അയച്ചു വിടുകയും. ഈ കൊച്ചുകഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചുകഥയ്ക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.